എല്ലാവർക്കും ഷെഫ്സ് കോർണറിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ വിഭവമാണ്. അപ്പോൾ നല്ല ചാള, മത്തി എന്നൊക്കെ പറയുന്ന മീൻ ഉണക്ക നെല്ലിക്കയും പച്ച കുരുമുളകൊക്കെ ഇട്ട് കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുന്ന രീതിയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉണക്ക നെല്ലിക്ക കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കുരു എല്ലാം കളഞ്ഞെടുത്തതാണിത്. പിന്നെ അതിലേക്ക് പച്ച കുരുമുളക് വേണം, പിന്നെ പുളിവെള്ളം വേണം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലൊക്കെ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ പഴയ കാലത്തൊക്കെ ഇതെല്ലാം കൂടി ഒന്ന് അമ്മിയിലൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചിയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 10-11 അല്ലിയും, പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും അത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഇത് കഴുകി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി കൈക്കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മീനിൻ്റെ എല്ലാ വശത്തും ഈ മസാല എത്തിക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണ്. ഉപ്പ് പാകമല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലുണ്ട്, അതിട്ട് കൊടുക്കാൻ വിട്ടതാണ്. ഈ മസാല കിട്ടപ്പോൾ തന്നെ അത് ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിലോട്ട് വെക്കാം. അപ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ മസാലയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അതിലുണ്ടായിട്ടുണ്ടാകും. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് വെന്താൽ മതി. വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി ഇത് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയെടുക്കരുത്. മീനൊക്കെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചട്ടി ഇങ്ങനെ കുടഞ്ഞെടുക്കാനേ പാടുള്ളൂ, അടി പിടിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ മീനൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചാള വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളം എത്രത്തോളം വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് വിളമ്പിയെടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.